നമസ്കാരം. ഞാൻ നിഷ നാരായണൻ. കവിത ഒരു ക്ഷമാപണം. ഒരു ക്ഷമാപണം. 100 നഗരങ്ങളിൽ ജീവിച്ചു, ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. 100 നഗരങ്ങളിൽ ജീവിച്ചു, ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. താമസിച്ച മുറികൾക്ക് പല പല പേരുകളിട്ടു. ഒരു കർഷകൻ്റെ ദിനം, ഏകാന്തത, വിവരക്കേട്, കാമിനിമാർ, പല്ലുവേദന, ബസ്സിലെ തിരക്ക്, മിന്നൽ പ്രണയം, കടന്നൽ കുത്ത്. 100 നഗരങ്ങളിൽ ജീവിച്ചു, ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. താമസിച്ച മുറികൾക്ക് പല പല പേരുകളിട്ടു. ഒരു കർഷകൻ്റെ ദിനം, ഏകാന്തത, വിവരക്കേട്, കാമിനിമാർ, പല്ലുവേദന, ബസ്സിലെ തിരക്ക്, മിന്നൽ പ്രണയം, കടന്നൽ കുത്ത്. എത്ര പേരുകൾ! പേരുകൾ മാറ്റുന്നതിന് മുൻപ് ഓരോ മുറിയും ഓരോ നഗരവും ഉപേക്ഷിക്കേണ്ടി വരുന്നു. കഷ്ടം. പേര് മാറ്റാൻ കഴിയാഞ്ഞ ജോർജ് എന്ന മുറി, പേര് മാറ്റാൻ കഴിയാഞ്ഞ ജോർജ് എന്ന മുറി പെട്ടെന്ന് മൂരി നിവർന്നപ്പോൾ ജനലും വാതിലും അടർന്നു വീണത്രേ. കഷ്ടം. ലിംഗമടക്കുകളിലെ പല്ലിമുട്ടകൾ പൊട്ടിയുടഞ്ഞത്രേ. കഷ്ടം. വിരൽ വിടവുകളിലെ മാറാലക്കെട്ടുകൾ ഉലഞ്ഞുപോയത്രേ. കഷ്ടമാണ്. തെരുവിലെ ഒരു ജോർജ് ആ വഴി പോയപ്പോൾ കോട്ടുവായിടാൻ പോലും ആവാത്ത ജോർജെ എന്ന് കൂക്കി വിളിച്ച് കളിയാക്കിയത്രേ. കഷ്ടം തന്നെ. തെരുവിലെ ഒരു ജോർജ് ആ വഴി പോയപ്പോൾ കോട്ടുവായിടാൻ പോലും ആവാത്ത ജോർജെ എന്ന് കൂക്കി വിളിച്ച് കളിയാക്കിയത്രേ. കഷ്ടം തന്നെ. പ്രിയ ജോർജ്, ക്ഷമിക്കണം. മുറികൾക്ക് പേരിടുക എന്നത് എൻ്റെയും, പേരുകൾ മാറ്റാൻ പറ്റാതെ ഉറച്ചു പോകുന്നത് മുറികളുടെയും പ്രശ്നമത്രേ. പ്രിയ ജോർജ്, ക്ഷമിക്കണം. മുറികൾക്ക് പേരിടുക എന്നത് എൻ്റെയും, പേരുകൾ മാറ്റാൻ പറ്റാതെ ഉറച്ചു പോകുന്നത് മുറികളുടെയും പ്രശ്നമത്രേ. നന്ദി. വായിക്കുന്ന കവിത തർജ്ജമകൾ. പ്രാന്താണെന്ന് മുദ്ര കുത്തിക്കഴിഞ്ഞു. പ്രാന്താണെന്ന് മുദ്ര കുത്തിക്കഴിഞ്ഞു. ഇനി കോടതി വ്യവഹാരക്കാരാ. എൻ്റെ ഒപ്പിന് പ്രസക്തിയില്ല. ഈ വിൽപത്രം കൊണ്ടുപോയിക്കൊള്ളൂ. കട്ടിൽക്കാല് പോലെയും ചിലപ്പോൾ കപ്പൽ പായ്മരം പോലെയും കണവനാക്ക് പോലെയുമൊക്കെ ഞാനിനി ഒപ്പിട്ടേക്കാം. വല്ലാതെ തണുക്കുന്നു. ആ പടുത ഒന്നുകൂടി താഴ്ത്തിയിടൂ. നാളെ വിചാരണയ്ക്ക് ഹാജരാകണമെന്നോ? ബുദ്ധിസ്ഥിരത വീണ്ടെടുത്തിട്ടില്ലെന്നും അതുകൊണ്ട് വിചാരണയ്ക്ക് തയ്യാറല്ലെന്നും എൻ്റെ ഡോക്ടർ അറിയിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല, ചുമത്തപ്പെട്ട കുറ്റങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാനുള്ള സ്ഥിരബുദ്ധി എനിക്ക് ആയി വരട്ടെ. നീല ചന്തേരി സാരിയിൽ ഞാൻ കൂടുതൽ സുന്ദരിയാണ്. അതൊടുത്ത് നിലാരാത്രിയിൽ കായൽ പടവിലിരുന്ന് ഞാൻ യുസാനോ അക്കീക്കോയുടെ കവിതകൾ തർജ്ജമ ചെയ്യും. കടിച്ചാൽ പൊട്ടാത്ത കവിതാ പെൺപിറന്നവരാണ് യുസാനോ അക്കീക്കോ. ഹൃദയതാളം മാത്രമുള്ളോൾ. മുഴുവട്ടാണ് എനിക്കെന്ന്. അതുകൊണ്ടല്ലേ സ്വന്തം കാര്യം ഒട്ടുമില്ലാത്ത തർജ്ജമ പരിപാടിയിൽ ഏർപ്പെടുന്നത്. സുബോധമില്ലാത്ത വെടിയുണ്ടകളായി അവ നിങ്ങളുടെ മാറിൽ തുളച്ചു കയറിയേക്കാം. സുബോധമില്ലാത്ത വെടിയുണ്ടകളായി അവ നിങ്ങളുടെ മാറിൽ തുളച്ചു കയറിയേക്കാം. കോടതി ചോദിക്കും, മനോനില തെറ്റിയ നിങ്ങളെങ്ങനെ തർജ്ജമകൾ ചെയ്യുന്നു? ബോർഹെസിനെ, ജോൺ ലോക്കിനെ, അക്കീക്കോയെ. കോടതി, വ്യവഹാരങ്ങളൊക്കെ നിർത്തി പോയി വീട്ടിലിരിക്കൂ. സുബോധമുള്ളവർ ചെയ്യുന്ന പരിപാടിയാണോ തർജ്ജമകൾ? സുബോധമുള്ളവർ ചെയ്യുന്ന പരിപാടിയാണോ തർജ്ജമകൾ? മറ്റാരോ ആണെന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നവയല്ലേ അവ?
മറ്റാരോ ആണെന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നവയല്ലേ അവ. ഞാനിപ്പോൾ ഉണ്ടിട്ടുറങ്ങുന്നു, ഉണർന്നിട്ടുടനെ നഗ്നയായി നൃത്തം ചെയ്യുന്നു. ഒരു ഗുണ്ടാപ്പടയെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയെടുത്തിരിക്കുന്നു. ആര് ചോദിക്കാൻ? ഒപ്പു നഷ്ടപ്പെട്ട, ഒസ്യത്തെഴുതാൻ കഴിയാത്ത, പേരുപോലും എടുത്തു മാറ്റപ്പെട്ട, നിരന്തരം തർജ്ജമകൾ ചെയ്യുന്ന സാറ ഹെക്ലറാണോ ഞാൻ? ജുമാനയോ, ജസീന്തയോ, അതോ മറിയാമ്മയോ? ജുമാനയാണോ, ജസീന്തയോ, അതോ മറിയാമ്മയോ? എന്നോട് ആര് ചോദിക്കാൻ? നദിയിലെമ്പാടും തെളിഞ്ഞ ജലം, നദിയിലെമ്പാടും തെളിഞ്ഞ ജലം, തവിട്ടുമൈനകളും തരളിതമായ വാലുകളുള്ള കുരുവികളും നിറമേറിയ ശലഭങ്ങളും ചുറ്റുപാടും പ്രശോഭിതമാക്കുന്നു. മരക്കൂട്ടങ്ങൾ, ചെരിപ്പുകുത്തികൾ, വിപ്ലവകാരികൾ, വളർത്തുനായ്ക്കൾ, വൃദ്ധർ, മീനുകൾ. ഞാനൊരു മീനായി ഭാഷാന്തരീകരണത്തിൻ്റെ വിമലതകളിലൂടെ അത് നീന്തിത്തുടിച്ചു. ഞാനൊരു മീനായി ഭാഷാന്തരീകരണത്തിൻ്റെ വിമലതകളിലൂടെ അത് നീന്തിത്തുടിച്ചു. നട്ടപ്രാന്തിൻ്റെ തർജ്ജമകളിൽ കോടതി വിധി പ്രഖ്യാപിച്ചു. വിധി അനുകൂലമായിരുന്നു. പാവം, സുബോധമില്ല. തർജ്ജമ തുടരാം. നന്ദി. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.